ഓം ശാന്തി 14/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കാഴ്ച ശരീരത്തിൽ പതിയരുത്. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ, ശരീരത്തെ നോക്കരുത്. മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കളും ദേഹാഭിമാനത്തിൽ പെട്ടുകിടക്കുകയാണ്. അതായത് സ്വയവും ശരീരമെന്ന് ചിന്തിക്കുന്നു, മറ്റുള്ളവരെയും ശരീരത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളക്കുന്നു. എന്നാൽ നമ്മൾ കുട്ടികൾ ബാബയുടെ കുട്ടികളാണ്. നമ്മൾക്ക് ജ്ഞാനം ബാബ നൽകിയിട്ടുണ്ട്, ശരീരബോധത്തിനെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്, ആത്മാഭിമാനിയാകുന്നതിനുള്ള നിർദ്ദേശവും ബാബ തന്നിട്ടുണ്ട്. അതിനാൽ നാം ഒരിക്കലും നമ്മുടെ സ്വന്തവും മറ്റുള്ളവരുടെയും ശരീരത്തിൽ ശ്രദ്ധ പോകരുത്. നാം ആത്മാവിനെയാണ് കാണേണ്ടത്, ആത്മീയ ദൃഷ്ടിയാണ് നിലനിർത്തേണ്ടത്, ശരീരത്തെ കാണരുത്. ചോദ്യം: ഓരോ ബ്രാഹ്മണ കുട്ടിക്കും വിശേഷിച്ച് ഏത് 2 കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം? ഉത്തരം: 1. പഠിത്തത്തിൽ, 2. ദൈവിക ഗുണങ്ങളിൽ. പല കുട്ടികളിലും ക്രോധത്തിൻ്റെ അംശം പോലുമില്ല. ചിലരിൽ ക്രോധം വന്ന് വളരെ വഴക്കുണ്ടാക്കുന്നു. കുട്ടികളിലും ശ്രദ്ധയുണ്ടായിരിക്കണം. നമുക്ക് ദൈവീഗുണം ധാരണ ചെയ്ത് ദേവത ആകണം. ഒരിക്കലും ദേഷ്യത്തിൽ വന്ന് സംസാരിക്കരുത്. ബാബ പറയുന്നു, ആരിലെങ്കിലും ക്രോധമുണ്ട് എങ്കിൽ അവർ ഭൂതനാഥരും ഭൂതനാഥിനിയുമാണ്. ഇങ്ങനെ ഭൂതമുള്ളവരോട് നിങ്ങൾ സംസാരിക്കുക പോലും അരുത്. ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മജ്ഞാനം ഉള്ളവരാണ്, ഒപ്പം ബ്രഹ്മാവിനെ അനുകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണരിൽ ഏത് 2 വിശേഷതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? ആദ്യത്തേതാണ് പഠിത്തത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. രണ്ടാമത്തേത് ദൈവിക ഗുണങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. പഠിത്തത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാൽ പഠിത്തം ദിവസവും പഠിക്കണം. പഠിത്തം വളരെ ശ്രദ്ധയോടെ പഠിക്കണം. അതിനോടൊപ്പം എന്താണോ പഠിച്ചത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. രണ്ടാമത്തെ കാര്യമാണ് ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നാം ദൈവീ ഗുണങ്ങൾ കൊണ്ടുവരുന്നോ അത്രയും നാം ദേവതാ സംസ്കാരമുള്ളവരാകുന്നു. ഈ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നാം സത്യയുഗത്തിനായി യോഗ്യരായി മാറുന്നു. നമ്മളിൽ ഏതെങ്കിലും വികാരമുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ് വരുത്തുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് ബാബ പറയുന്നു, നമ്മളിൽ ക്രോധമുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വളരെ നഷ്ടമുണ്ടാക്കുന്നു. ആരിൽ ക്രോധമുണ്ടോ അവർ ഭൂതനാഥരും ഭൂതനാഥിനിയുമാണ്. അവരോട് നാം ഒരിക്കലും സംസാരിക്കരുത്. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജ്ഞാനം സ്മരിച്ച് അതീന്ദ്രിയ സുഖത്തിലിരിക്കണം. ആരോടും ടഫായി സംസാരിക്കരുത്. ദേഷ്യത്തിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ദൂരെ മാറി നിൽക്കണം. 2. ഭഗവാന്റെ അവകാശി ആകുന്നതിന് മുന്നേ ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റണം. വിവേകശാലിയായി തൻ്റേതെല്ലാം ബാബയ്ക്ക് നൽകി മമത്വം മാറ്റിയെടുക്കണം. തൻ്റെ മേൽ സ്വയം തന്നെ ദയ കാട്ടണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനം സ്മരിക്കുന്നതിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ, ആത്മീയ സുഖത്തിൻ്റെ അനുഭൂതിയുണ്ടാകുന്നു. ഈ അനുഭൂതിയിലിരിക്കണം. ആരോടും ദേഷ്യപ്പെട്ട് കടുത്ത രീതിയിൽ സംസാരിക്കരുത്. ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും വേണം. കാരണം ദേഷ്യമെന്നത് പകരുന്ന രോഗമാണ്. ഒരുപക്ഷെ അവരിൽ നിന്ന് നമ്മളിലേക്കും വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ദേഷ്യപ്പെടുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയുടെ അവകാശി ആകുന്നതിന് മുൻപ് നാം ബാബയെ നമ്മുടെ അവകാശിയാക്കണം.
അതായത് നമ്മുടേതെല്ലാം ബാബയ്ക്ക് നൽകണം. അപ്പോഴാണ് ബാബയിൽ നിന്ന് ബാബയുടെ എല്ലാ സമ്പത്തും നമ്മൾക്ക് ലഭിക്കുന്നത്. ഇപ്രകാരം വിവേകിയായി എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും മമത്വം മാറ്റിയെടുക്കണം. ഇത് നമ്മുടെ മേൽ തന്നെ നാം കാട്ടുന്ന ദയയാണ്. തീർച്ചയായും ഇങ്ങനെ ദയ കാട്ടണം. വരദാനം: സാക്ഷിയായി ഉയർന്ന സ്ഥിതിയിലൂടെ സർവാത്മാക്കൾക്കും സകാശ് നൽകുന്ന ബാബയ്ക്ക് സമാനം അവ്യക്ത ഫരിഷ്തയായി ഭവിക്കട്ടെ. നടക്കുമ്പോഴും തിരിയുമ്പോഴും സദാ സ്വയം നിരാകാരി ആത്മാവെന്നും കർമ്മം ചെയ്യുന്ന അവ്യക്ത ഫരിഷ്തയെന്നും മനസ്സിലാക്കൂ. എങ്കിൽ സദാ സന്തോഷത്തിൽ പറന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. ഫരിഷ്ത എന്നാൽ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുന്നവർ. ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ എന്ത് തന്നെ ഉണ്ടാകുകയാണെങ്കിലും സാക്ഷിയായി എല്ലാ പാർട്ടും കണ്ടുകൊണ്ടിരിക്കൂ, സകാശ് നൽകിക്കൊണ്ടിരിക്കൂ. സീറ്റിൽ നിന്ന് മാറിയാൽ സകാശ് കൊടുക്കാൻ സാധിക്കില്ല. ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വൃത്തി ദൃഷ്ടിയിലൂടെ സഹയോഗത്തിൻ്റെ മംഗളത്തിൻ്റെ സകാശ് കൊടുക്കണം, മിക്സ് ആയി അല്ല. അപ്പോൾ ഏതു പ്രകാരത്തിലുള്ള വാതാവരണത്തിലും സേഫായിരിക്കും. ബാബയ്ക്ക് സമാനം അവ്യക്ത ഫരിഷ്ത ഭവ എന്ന വരദാനിയും ആയിത്തീരും. ഈ ലോകത്തിൽ എന്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാലും ഓരോരുത്തരുടെ പാർട്ടും നാം സാക്ഷിയായി കാണണം, സകാശ് നൽകിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇങ്ങനെ സകാശ് നൽകുന്നതിന് സ്വയം നിരാകാരി ആത്മാവെന്നും കർമ്മം ചെയ്യുന്ന സമയത്ത് അവ്യക്ത ഫരിഷ്തയാണ് എന്നും മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സകാശ് നൽകാൻ സാധിക്കുന്നത്. ഈ സ്ഥിതിയിൽ നിന്ന് താഴോട്ട് വന്നാൽ സകാശ് കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്താൽ വൃത്തിയിലൂടെ ദൃഷ്ടിയിലൂടെ സഹയോഗത്തിൻ്റെ മംഗളത്തിൻ്റെ സകാശ് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ ഈ വാതാവരണത്തിൽ സേഫായി ഇരിക്കാനും സാധിക്കും. ബാബയ്ക്ക് സമാനം അവ്യക്ത ഫരിഷ്ത ഭവയുടെ വരദാനി ആയി തീരുകയും ചെയ്യും. സ്ലോഗൻ: ഓർമ്മയുടെ ബലത്തിലൂടെ ദുഃഖത്തെ സുഖത്തിലും അശാന്തിയെ ശാന്തിയിലും പരിവർത്തനപ്പെടുത്തൂ. ഓർമ്മയുടെ ബലം എന്നത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ശക്തിശാലിയായ ആയുധമാണ്. ഈ ആയുധത്തിലൂടെ നാം ചിരഞ്ജീവിയായും സമ്പൂർണ്ണ സഫലതാമൂർത്തും ആയിത്തീരുന്നു. എന്നാൽ ഈ സൂക്ഷ്മമായ ശക്തിശാലിയായ ആയുധം നാം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതെന്ന് ബാബ പറഞ്ഞു തരുന്നു. നാം ഈ ഓർമ്മയുടെ ബലത്തിലൂടെ അശാന്തിയെ ശാന്തിയിലേക്ക് പരിവർത്തനം ചെയ്യണം, ദുഃഖത്തെ സുഖത്തിലേക്കും പരിവർത്തനപ്പെടുത്തണം. ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓർമ്മയുടെ ബലത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഓം ശാന്തി.